ഹായ്. അങ്ങനെ അടുത്ത ഒരു വ്യാഴം വെള്ളി ദിവസം വന്നിരിക്കുകയാണ്. തിയേറ്ററുകളിൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസമാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ. പക്ഷേ ഈ ഒരാഴ്ച എന്നുള്ളത് വ്യാഴാഴ്ച തിയേറ്റർ റിലീസൊന്നുമില്ല, വെള്ളിയാഴ്ച മാത്രമേ തിയേറ്റർ റിലീസുകളൊന്നുള്ളൂ. പക്ഷേ പ്രധാനപ്പെട്ട സിനിമകളൊന്നും ഈ ദിവസം, അതായത് ഈ ആഴ്ച തിയേറ്റർ റിലീസുകളില്ല എന്നുള്ളതാണ്. കൊച്ചു കൊച്ചു ചെറിയ ചെറിയ സിനിമകളാണുള്ളത്. ആ ഏതൊക്കെ സിനിമകളാണ് നോക്കാം. 12ഓളം സിനിമകളുണ്ട്. ആ ഏതൊക്കെ സിനിമകളാണ് നോക്കാം. നമുക്ക് നാളെ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ ജോൺ അബ്രഹാം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയായിരുന്നു ദ ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ നാളെ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുകയാണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഒരു ആക്ഷൻ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നോവോ കെയ്ൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമയും മാർച്ച് മാസം 14, അതായത് നാളെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു അഡ്വഞ്ചർ ആനിമേഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ദ ഡേ ദ എർത്ത് ബ്ലൂ അപ്പ് എ ലൂണി ട്യൂൺസ് മൂവീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയും മാർച്ച് മാസം 14, അതായത് നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ് ഇൻ ദ ലോസ്റ്റ് ലാൻഡ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്, മാർച്ച് മാസം 14. അടുത്തൊരു ഇംഗ്ലീഷ് മൂവി തന്നെയാണ്. മൈ മെൽബോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. നാളെയാണ് മാർച്ച് മാസം 14 തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു മലയാള സിനിമയാണ്. ഉറ്റവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ മാർച്ച് മാസം 14 തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. ലോ ബഡ്ജറ്റ് മൂവിയാണ്. അടുത്തൊരു ലോ ബഡ്ജറ്റ് മൂവി തന്നെയാണ്. ദാസേട്ടൻ്റെ സൈക്കിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹരീഷ് പാരഡിയൊക്കെ പ്രധാന വേഷം കൈകാര്യം, കാതൽ സുദ്ദീൻ ഹരീഷ് പാരഡിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഹരീഷ് പാരഡി തന്നെ നിർമ്മിക്കുന്ന ഒരു സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയും നാളെ മാർച്ച് മാസം 14 തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ഡെവോഷണൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. ആരണ്യം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമയും നാളെ മാർച്ച് മാസം 14 തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നൊരു മലയാളം മൂവിയാണ്. ദ വെയിറ്റിംഗ് ലിസ്റ്റ് ആൻഡ് ആൻറ്റിഡോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമയും മാർച്ച് മാസം 14, അതായത് നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു തമിഴ് സിനിമയാണ്. ലീച്ച് എന്നാണ് സിനിമയുടെ പേര്. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തമിഴ് ഭാഷ കൂടാതെ മലയാളം, തെലുങ്ക് ഭാഷകളിലും ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാർച്ച് മാസം 14 നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു മലയാളം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കാടകം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമയും പിന്നെ മാർച്ച് മാസം 14 നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു മലയാള സിനിമ തന്നെയാണ്. ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. രാക്ഷസി ലേഡി കില്ലർ എന്നാണ് ഈ സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമയും മാർച്ച് മാസം 14 നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും 12ഓളം സിനിമകളാണ് നാളെ മാർച്ച് മാസം 14 തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. കൊച്ചു കൊച്ചു സിനിമകളാണ്, അതായത് ലോ ബഡ്ജറ്റ് മൂവീസാണ് എല്ലാം തന്നെ പറയാം. മലയാള സിനിമകളൊക്കെ ലോ ബഡ്ജറ്റ് മൂവീസാണ്. അതിൽ ഒരു ഹിന്ദി മൂവി ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് മൂവീസ് വേറെ ഉണ്ട്. എന്തായാലും ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.